നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ജവഹർ കോളനിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കണ്ടെത്തി അർഹരായവർക്ക് നൽകാൻ കൗൺസിൽ യോഗ തീരുമാനം. ഫ്ളാറ്റുകളിൽ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. നഗരസഭയിലെ 14-ാം വാർഡിലെ ജവഹർ കോളനിയിലെ IHSDP ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കണ്ടെത്തി അർഹരായവർക്ക് നൽകാൻ ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ നഗരസഭാ ഉദ്യോഗസ്ഥരെ മുനിസിപ്പൽ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തി. റവന്യൂ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ 5 ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ആ ഫ്ളാറ്റ് ഉടമകളെ ഒഴിവാക്കി ഗുണഭോക്ത ലിസ്റ്റിൽ നിന്നും 4 ജനറൽ വിഭാഗത്തിൽ നിന്നും 1 SC വിഭാഗത്തിൽ നിന്നുമായി 5 പേരെ മുൻഗണനാ പ്രകാരം തെരഞ്ഞെടുക്കുന്നതിനുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴായിരുന്നു തീരുമാനം. പല ഫ്ളാറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നതായും പല ഫ്ളാറ്റ് ഉടമകൾക്കും വേറെ വീടുണ്ടെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. നേരത്തെ തയ്യാറാക്കിയ ഗുണഭോക്ത ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ തെരഞ്ഞെടുത്ത 5 പേരുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഫ്ളാറ്റിൽ അന്വേഷണം നടത്താൻ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ചെയ്യാമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി കൗൺസിൽ യോഗത്തിൽ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ അന്വേഷണം നീണ്ടുപോകാതിരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. കരുവന്നൂർ സൗത്ത് ബണ്ട് റോഡിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ ക്രോസ് ബാർ നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പിന്റെ അപേക്ഷ ലഭിച്ചാൽ അനുമതി നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ടൈലിട്ട റോഡിലൂടെ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നത് മൂലം ടൈൽ പൊട്ടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. മുൻകാലങ്ങളിൽ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നത് നിരോധിച്ച് മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നതായും ഇത് പുനഃസ്ഥാപിക്കുന്നതിന് കൗൺസിൽ തീരുമാനം വേണമെന്ന് ഇറിഗേഷൻ വകുപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, 4 ജനറലും ഒരു SC ആണ്. ബാക്കി 6 അപേക്ഷ നമ്മൾ വാങ്ങിച്ചതല്ല, കോൺഫോൾ ചെയ്തതല്ല, ഇതിവിടെ വന്ന അപേക്ഷയാണ്. അപ്പം ഈ നമ്മുടെ IHSDP പദ്ധതി പ്രകാരം ഉള്ളവര് എല്ലാവർക്കും അത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വീട് കിട്ടിയിട്ടുണ്ടോയെന്നും അറിയില്ല. ആദ്യം നമ്മൾ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഒന്നുകൂടി അന്വേഷിച്ചിട്ട് അവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിശ്ചയിക്കണമെങ്കിൽ കോൾ ഫോർ ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കേണ്ടത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അവർ പറഞ്ഞിട്ടാണ് പലരും ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. പല കൗൺസിലർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അപേക്ഷ കൊടുത്തിടുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അപേക്ഷകൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ 4 ജനറലും ഒരു SC ഒഴിവുള്ളതെന്നാണ് പറയുന്നത്. അത് പക്ഷെ അത്രയാണോ അവിടെ ഒഴിവുള്ളത്? നമ്മൾ പല സമയത്തും ഇതിനു മുമ്പ് കൗൺസിൽ യോഗങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ പല ഫ്ലാറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിൽ ചിലർക്ക് വേറെ വീടുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കുറിപ്പായിട്ട് വന്നിട്ടുള്ള ബീന, അവർക്ക് വേറെ വീട് പള്ളി ചെയ്തു കൊടുക്കുന്നതാണ് മനസ്സിലാക്കണേ. അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യക്കാര് വലിയ ആവശ്യക്കാരുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, ഒരു സന്തോഷകരമായ അന്തരീക്ഷമല്ല. വളരെ പരിമിതമായ സൗകര്യങ്ങളും ചെളിയും വെള്ളവും അങ്ങനെയൊക്കെയുള്ളത് വളരെ ചെറിയ ഇടിയും മുറികളൊക്കെയാണ്. ആ ഇതിൽ നമ്മൾ കൊടുത്ത ഫ്ലാറ്റാണത്. ആ നമ്മൾ ആർക്കാണ് കൊടുത്തതിനുള്ളതിനെ പറ്റിയിട്ട് ഒരു രജിസ്റ്റർ നഗരസഭയിൽ അന്നുണ്ടായിരുന്നു. കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആർക്കാണ് അത് കൊടുത്തത്, ആരൊക്കെ രൂപ കൈവശം വെച്ചിരിക്കും എന്നുള്ളൊരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ആരാണ് താമസിക്കുന്നതെന്ന് മാത്രം അന്വേഷിച്ചാൽ ആ കാര്യം കഴിഞ്ഞു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 25-ന് പൊതുമ്പുചിറയ്ക്ക് സമീപം വേണ്ട ലഹരി മുരിയാടിന്റെ യുവത ജീവിത ലഹരിയിലേക്ക് എന്ന ആശയവുമായി സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പുല്ലൂർ ITCക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പദയാത്ര സെന്റ് സേവിയേഴ്സ് ITC മാനേജർ ഫാദർ ജോയ് വട്ടോളി ഫ്ളാഗ് ഓഫ് ചെയ്തു. രതി ഗോപി, KU വിജയൻ, സേവ്യർ ആളുകാരൻ, മണി സജിയൻ, നിഖിത അനൂപ്, ക്രൈസ്റ്റ് കോളേജ് NSS കോർഡിനേറ്റർ അജിത്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. സേക്രഡ് ഹാർട്ട് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറൻസ് സമാപന സന്ദേശം നൽകി.
ക്രൈസ്റ്റ് കോളേജ് NSS വളണ്ടിയേഴ്സ് ഫ്ലാഷ് മോബും സ്ട്രീറ്റ് പ്ലേയും അവതരിപ്പിച്ചു. ഘട്ടത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നയിക്കുന്ന പദയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നുപോകുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അടിചെയ്യൂ. സാമൂഹിക സാംസ്കാരിക ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം. ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം. ലഹരിയെ തുരത്താം, നാടിനെ രക്ഷിക്കാം. പടിയൂർ ഗ്രാമപഞ്ചായത്ത് തല വികസന സദസ്സ് എടതിരിഞ്ഞി HDP സമാജം ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാലി ദിലീപ്, വിപിൻ TV, ജയശ്രീ ലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പ്രേമവത്സലൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സീന MJ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി സർവ്വതല സ്പർശിയായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇത്രമേൽ വലിയ കുതിച്ചുചാട്ടം മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 87,000 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം ചെലവിട്ടുകൊണ്ട് റോഡുകൾ, ഓവർബ്രിഡ്ജുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും വികസനത്തിന്റെ വലിയ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജല മെട്രോ, രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും തുടങ്ങി വളരെ തിളക്കമാർന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഈ കാലയളവിനുള്ളിൽ ഉറപ്പാക്കാനായിട്ടുണ്ട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ് ഇടതുപക്ഷ വികസന കാഴ്ചപ്പാട്. അതായത് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ. അങ്ങനെ സാമാന്യേന എല്ലാവർക്കും നീതിയുക്തമായ വിധത്തിൽ സ്രോതസ്സുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ 10 വർഷക്കാലം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. കാട്ടൂർ
എടത്തിരുത്തി റോഡിലൂടെ പോയിരുന്ന മോട്ടോർ സൈക്കിളിൽ ഇടിച്ച കാർ നിർത്താതെ പോയ സംഭവത്തിൽ പെരിഞ്ഞനം സ്വദേശിയായ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം പഞ്ചാരവളവ് സ്വദേശി മുളങ്ങിൽ വീട്ടിൽ 29 വയസ്സുള്ള അദീഷിനെയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ER ബൈജു അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് എടത്തിരുത്തി റോഡിൽ വെച്ച് കാട്ടൂർ ഹിക്രുമു നഗർ സ്വദേശി കാളിപ്പറമ്പിൽ വീട്ടിൽ ശ്രീജിത്ത് ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിളിലാണ് കാർ ഇടിച്ചത്. മോട്ടോർ സൈക്കിളിന്റെ പുറകിലൂടെ വന്ന കാർ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. അപകടത്തിൽ ശ്രീജിത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രാത്രിയിലുണ്ടായ അപകടത്തെ തുടർന്ന് കാറിന്റെ നമ്പർ ലഭിച്ചിരുന്നില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങളും വർക്ക്ഷോപ്പുകളും RTO ഓഫീസും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെയും അപകടത്തിനിടയാക്കിയ വാഹനവും കണ്ടെത്തിയത്. 2022-ൽ 3 പീടികയിൽ വീട്ടമ്മയും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് നിർത്താതെ പോയ കേസിലും അദീഷ് പ്രതിയാണ്. യുവാവിനെ ഇരുമ്പു വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ LOC ഉത്തരവ് പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പടിയൂർ പത്തനങ്ങാടി സ്വദേശി അണ്ടിക്കോട്ട് വീട്ടിൽ 34 വയസ്സുള്ള കർണനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2018 ഏപ്രിൽ 14-നാണ് പടിയൂർ അണ്ടിക്കോട്ട് വീട്ടിൽ പ്രശോഭിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. തുടർന്ന് 2018 ഏപ്രിൽ 18-ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. ഇയാളെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ല വകുപ്പ് പ്രകാരം വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ER ബൈജു, SI-മാരായ സബീഷ്, ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ, വിഷ്ണു, കൃഷ്ണദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. പുല്ലൂർ അമ്പലനട തെക്കേത്തല റപ്പായി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം തുറവൻകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. ലിസി ഭാര്യയും സംഗീത, സരിത, സവിത എന്നിവർ മക്കളുമാണ്. ജിംസൺ, ജെറാൾഡ് എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.